നിൽക്കണം അവിടെ. ഞാൻ ചാർജ് എടുത്ത അന്ന് തന്നെ ഈ സ്റ്റേഷൻ നശിച്ചു പോണെന്ന് കരുതിയാണോടാ നീ ഇടതുകാലി വെച്ച് കയറിയത്? எனக்கு ஒண்ணுமே புரியல சார். ஒண்ணுமே புரியல? உனக்கு ஒண்ணுமே புரியல? ஒண்ணுமே புரியல சார். இடதுகாலி வச்சானே உள்ள வருது. என்ன சார் அடிக்கிறீங்க? போடா போடா. സാർ കേസൊന്നും ചാർജ് ചെയ്യാതെ അയാളെ വെറുതെ അങ്ങനെ പറഞ്ഞു വിട്ടാലോ സാറേ? ആ അവനെ വിളിച്ചോണ്ട് പോ. சார் வலது கால உள்ள வச்சா உள்ள வந்தேன் சார். எல்லாம் பிரமாதமா இருக்கும் போங்க. വെരി ഗുഡ്. വലത് കാല് വെച്ച് ഉള്ള വരാൻ ഇതെന്താണടാ നിന്റെ അമ്മായിമ്മയുടെ വീടോ? என்ன சார் இது? என்னடா படா பேஜாரா போச்சு. எந்த கால் உள்ள போன தெரியலையே. ഇവിടെ വരാൻ. ഹനുമാൻ ചാടുന്ന മാതിരി ചാടാൻ ഇതെന്താണോ ശ്രീലങ്കയോ? சார் എന്തോ என்ன சார் விளையாடுறீங்க? என்ன எதுக்காக கூப்பிட்டு வந்தீங்க? நம்ம எல்லாம் பழைய காலத்து ஃப்ரெண்ட்ஸ் இல்லையா? നിനക്ക് ഓർമ്മയുണ്ടോ? ஞாபகம் இருக்கா? ഞാൻ ഈ സ്റ്റേഷനിലെ ഹെഡ് കോൺസ്റ്റബിൾ ആയിരിക്കുമ്പോ ഒരു ദിവസം ഞാൻ നിന്നെ വിളിക്കാൻ വന്നു. അപ്പൊ നീ എന്ത് പറഞ്ഞു? എസ് ഐ വിളിച്ചാലേ വരൂന്ന്. இந்த സ്റ്റേഷനിലേക്ക് ഞാൻ താണടാ ഇപ്പൊ എസ് ഐ. അറിയോ? ആമടാ നിനക്ക് അറിയുന്ന എനിക്ക് ഇപ്പം പുരിയപ്പെടാ. സോറി. നീ മഴ പെയ്യുന്നത് പാത്തിരിക്കോ? ஒண்ணும் புரியலையே சார். புரியலையா? மழை பெஞ்சது பாத்திருக்கான். அது பாத்துருக்கு சார். அது பாத்திருக்கா? அதுக்கு முன்னால என்ன வரும்? மின்னல் வரும் சார். மின்னல் வரும். கரெக்ட். அதுக்கு பின்னால என்ன வரும்? இடி வரும் சார். ഇവന്റെ പേരിലുള്ള കംപ്ലൈന്റ് ഫയൽ എല്ലാം എടുത്തു വരും. യെസ് സാർ.
മഹേശ്വര, നീ എങ്ങോട്ടാണ് ഓടിപ്പോകുന്നത്? ഐക്യാവാൻ ആഗ്രഹമുള്ള നീ ആണോടാ 3 അല്പന്മാരെ കണ്ട് പേടിച്ച് വിറച്ച് നിൽക്കുന്നത്? അവർക്ക് എന്നെക്കാൾ കൂടുതൽ ആരോഗ്യമുണ്ട്. അപ്പൊ നിനക്ക് ഐക്യാവുണ്ടല്ലേ? അതിന് ഞാൻ അവരോട് ഏറ്റുമുട്ടി എന്റെ കൈ കാലൊടിച്ചു. ഫൂൾ, നീ അറിഞ്ഞൊരടി അടിച്ചാൽ അവർ 5 കഷ്ണമാകുമടാ. കടത്തനാടൻ കളരിയിൽ കച്ച കെട്ടി പയറ്റിയതല്ലടാ നീ. അതൊക്കെ ശരി. പിന്നെ ഏതാണോ ശരിയല്ലാത്തത്? ഇവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് എന്റെ പേര് വരും, പ്രൊമോഷൻ കിട്ടും. അങ്ങനെ നീ അയച്ചോ? പക്ഷേ എന്ത് പക്ഷേ? ഇതിനൊന്നും ധൈര്യമില്ലെങ്കിലേ ജോലി രാജിവെച്ച് കൈവണ്ടി വരിക്കാൻ പോകും. അങ്ങനെ എന്നെ കളിയാക്കൊന്നും വേണ്ട. കഴിവില്ലാത്ത കഴുതകളെ കളിയാക്കിയേ പറ്റൂ. Go handcuff! Clean at me! എങ്ങനെയുണ്ട്? താങ്ക് യു. കണ്ടോ ഇപ്പോഴെന്ത് പറയുന്നു? സമ്മതിച്ചിരിക്കുന്നു. മിടുക്കൻ. പറഞ്ഞില്ലേ ശ്രീദേവി അമ്മേ, മക്കൾക്ക് ഇഷ്ടമുള്ള കാര്യമാണെങ്കിൽ അത് നടത്തി കൊടുക്കുന്നത് എനിക്ക് സന്തോഷമാണ്. അത് നിങ്ങളുടെ മകനാണെങ്കിൽ കൂടുതൽ സന്തോഷമാണ്. നിനക്കെന്റെ പിറന്നാൾ സമ്മാനം. ആ, എന്താ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെടുന്ന എനിക്കറിയാം. ആ കേട്ടോന്നേ, മുമ്പൊക്കെ ഇവളുടെ പിറന്നാൾ സമ്മാനം വാങ്ങാൻ ഞാൻ വളരെ കഷ്ടപ്പെടുമായിരുന്നു. അതെന്താ? അന്നൊക്കെ ഇവൾ പാന്റ് ഷർട്ടിൽ ഉപയോഗിക്കുക. അമ്മ വന്നതിൽ പിന്നെ ഇവളുടെ സാരിയിലൊക്കെ ജമ്യം കാരണം എനിക്ക് ബുദ്ധിമുട്ട് കുറഞ്ഞിരിക്കുന്നു. അവൾക്കിന്ന് പിറന്നാളിനെ ഇഷ്ടപ്പെട്ട ഒരു സമ്മാനം കിട്ടിയിരിക്കുക മഹേശ്വര. എന്ത്? എവിടെ? ഞാനൊന്ന് കാണട്ടെ. പിറന്നാൾ സമ്മാനമായി അവൾക്ക് ഞാൻ എന്റെ മോനെ കൊടുക്കാൻ തീരുമാനിച്ചു. ശ്രീദേവി അമ്മയ്ക്ക് ലതയെ മരുമകളായി കിട്ടിയാ കൊള്ളാമെന്ന് ഒരാഗ്രഹം. അവൾക്കും അത് ഇഷ്ടമാണ്. നീ എന്തു പറയുന്നു? ഞാനെന്ത് പറയാനാ? ഇവര് തമ്മില് നല്ല ചേർച്ചയാണ്. നടത്തി കൊടുക്കണം. നീ എവിടെ പോകുന്ന? ആഹാരം കഴിക്കും. എനിക്ക് വിശപ്പില്ല.
ഞാനിതൊന്ന് മാറ്റിയിട്ട് വരാം. വരുന്നു. നീ എന്തിനാടാ കരയുന്നത്? കരയാതെ പിന്നെ ചിരിക്കണം. അവളുടെ ജീവിതത്തിൽ സ്നേഹിച്ചതാണ് അവള്. ശരി, സമ്മതിച്ചു. പക്ഷെ തിരിച്ച് അവൾ നിന്നെ സ്നേഹിച്ചിരുന്നില്ലല്ലോ. അങ്ങനെ സ്നേഹിക്കണം എന്ന് നിയമമൊന്നുമില്ലല്ലോ. അവളെന്റെ മുറപ്പെണ്ണാണ്. ഓഹോ, മുറപ്പെണ്ണാണല്ലേ? എന്നാ വേഗം ചെല്ലി കല്യാണം കഴിച്ചോ. ഒട്ടും വൈകണ്ട. എന്നെ കളിയാക്കരുത്. എടാ വിഡ്ഢി, ഈ ലോകത്ത് അവസാനത്തെ പെണ്ണാണോടാ ലത. ഒരു ലതയില്ലെങ്കിൽ സീമ, അല്ലെങ്കിൽ സ്വപ്ന, അല്ലെങ്കിൽ റാണി, അല്ലെങ്കിൽ നിത്യ, അങ്ങനെ എത്രയോ പെണ്ണുങ്ങളുണ്ട്. എന്നാലും നിന്റെ ഒരു പീക്കിരി പെണ്ണാണോ അതോ നിന്റെ പൊസിഷനാണോ നിനക്ക് വലുത്? കാക്കി യൂണിഫോം ഇട്ട് പിസ്റ്റളും പിടിച്ച് പെണ്ണുങ്ങളെ പോലെ മോഹൻ നിനക്ക് നാണമില്ലേ? ആണത്ത് മുഴുവനാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യണം. എന്താണ്? അവരെ ചെന്ന് അനുഗ്രഹിക്കണം. ഓ പിള്ളച്ചേട്ടൻ ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അവൻ ആഗ്രഹമുണ്ടായാൽ മാത്രം മതിയോ? അവൾക്കാണെങ്കിൽ ഈ കാര്യം പറയുന്നത് തന്നെയും കരിയ. നിർബന്ധിച്ച് നടത്തുന്നത് അവന് ഇഷ്ടവും അല്ല. ഞാൻ എന്ത് ചെയ്യും? വിശന്ന് ജീവൻ പോകുന്നു. മോനെ, എന്തോ? കല്യാണം കഴിഞ്ഞാൽ സുരേഷിന് ഭാര്യ വീട്ടിൽ താമസിക്കുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ട് നീ ഉടനെ ഒരു കല്യാണം കഴിച്ചേ പറ്റൂ. എന്നെ നോക്കാൻ ആരെങ്കിലും വേണ്ടടാ. ആലോചിക്കാം. ഈ ജോലി തിരക്കൊന്ന് കഴിയട്ടെ. ഇന്ന് കാലത്ത് 3 റൗഡികളെ ഒതുക്കി. ഇനി സിറ്റി മുഴുവൻ ഉറപ്പിക്കുന്ന ഒരു കാർ മോഷണക്കാരനുണ്ട്. അവന്റെ പുറകെ പോണം. പേരെ നിന്നിട്ട് വള്ളം ഇറക്കാൻ പറ്റുമോ മോനെ? പിള്ളച്ചേട്ടാ, എങ്ങനെയുണ്ട്? അമ്മാവ, ഇവള് സന്തോഷത്തോടുകൂടി ജീവിക്കുന്നു കാണുകയാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സംതൃപ്തി. ലാൽ, ഡാഡി. ലിസൺ. ഈ വരുന്ന 15-ാം തീയതി നമ്മൾ സിറ്റി ബാങ്ക് ഓപ്പറേഷൻ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ലോക്ക് നിർമ്മാണ കമ്പനിയുടെ ലോക്കറുകളാണ് ബാങ്കിനുള്ളത്. അത് നമ്മൾ തുറക്കണം. എങ്ങനെ? നോ ക്വസ്റ്റ്യൻസ്. യു ഫൈൻഡ് ഔട്ട് സംബഡി. ദാറ്റ് ഈസ് യുവർ ഡ്യൂട്ടി. ഈ വരുന്ന 15-ാം തീയതി ഇന്റർനാഷണൽ കാർ റേസിൽ പങ്കെടുക്കുന്ന കാറുകൾ ഈ വഴി കടന്നു പോകും. അതിലൊരു കാർ ഇവിടെ എത്തണം. അതിനെ പറ്റിയ ഒരാളെ കണ്ടുപിടിക്കണം. നിന്നെ ആദ്യമായി ഏൽപ്പിക്കുന്ന ജോലിയാണ്. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു ഡാഡി. എക്സ്ക്യൂസ് മീ, എന്റെ പോക്കറ്റിൽ നിന്ന് എടുത്ത പേഴ്സിൽ എന്റെ വിസിറ്റിംഗ് കാർഡ് ഉണ്ട്. ഐ വിൽ ഗിവ് യു എ ബെറ്റർ ജോബ്. യു കം ടു മൈ ഓഫീസ് ടുമോറോ. ബൈ. Okay, you fix it. Lal, I'll call you later. Madras girl is coming. Be careful. കാര്യങ്ങളെല്ലാം പറഞ്ഞതുപോലെ ചെയ്യുക. Take your seat. Thank you. Thank you for your kind visit. കുടിക്കാൻ എന്താണ് വേണ്ടത്? Something hot? No thanks. എന്തിനാണ് എന്നോട് ഇവിടെ വരാൻ പറഞ്ഞത്? പറയാം. One second. ഇന്റർനാഷണൽ കാർ റേസ് റാലിയിൽ പങ്കെടുക്കാൻ വരുന്ന കാറാണിത്. ഈ കാറ് ഇവിടെ എത്തണം. ഏറ്റു. എത്ര രൂപ പ്രതിഫലം വേണം? Come on, tell me. എത്ര തരും? 50,000. 50,000. 1 lakh. 2 lakhs.
നോ, Come on, tell me. ജസ്റ്റ് 5 lakhs. 5 lakhs. അതെ, നിങ്ങൾക്ക് വേണ്ടത് കാറല്ലല്ലോ, അതിനുള്ളിലെ ഡയമണ്ട് അല്ലേ? എത്ര രൂപ അഡ്വാൻസ് ആയിട്ട് വേണം? അഡ്വാൻസ് ആവശ്യമില്ല. കാർ ഇവിടെ വരുമ്പോൾ സിംഗിൾ പേയ്മെന്റ്. ഓക്കെ? ഓക്കെ. ദെൻ ഷോ മീ ദ കാർ. Hurry up. സമ്മതിച്ചിരിക്കുന്നു. നിന്നെ അഭിനന്ദിക്കാൻ എനിക്ക് വാക്കുകളില്ല. എനിക്ക് ആവശ്യം അഭിനന്ദനങ്ങളല്ല. ഡോണ്ട് വേസ്റ്റ് മൈ ടൈം. ഓക്കെ. ഇതിൽ 1 ലക്ഷം രൂപയുണ്ട്. 1 lakh. കമാൺ. നമ്മുടെ കരാർ 5 ലക്ഷമാണ്. ഓർമ്മയില്ലേ? ഓർമ്മയുണ്ട്. പക്ഷെ ഇപ്പോൾ ചെയ്ത ജോലിക്ക് 1 ലക്ഷം രൂപ മതി. കാർ നിങ്ങളുടെ സങ്കേതത്തിൽ എത്തിയെന്ന ധാരണയിൽ നിങ്ങൾ എന്നോട് സംസാരിക്കരുത്. നിങ്ങൾക്കെന്നെ മനസ്സിലായിട്ടില്ല. ഈ കാർ ഇവിടെ എങ്ങനെ കൊണ്ടുവന്നു അതുപോലെ തിരിച്ചു കൊണ്ടുപോകാനും എനിക്ക് കഴിയും. Don't move. എന്തു പറയുന്നു മിസ്റ്റർ ലാൽ? സോറി മദ്രാസ് ഗേൾ, ഞാൻ നിങ്ങളെ ഒന്ന് പരീക്ഷിച്ചതാണ്. നിങ്ങളെ തോൽപ്പിക്കാൻ ഒരാളെ കൊണ്ട് സാധ്യമല്ല. സോറി ഫോർ ദ ട്രബിൾ. 1 minute. ഇതാ 5 lakhs. 300. Come on. Bye-bye.